നിങ്ങൾ ദിവസവും മുഖം കഴുകുന്നത് എന്തിനാണ്? മുഖം ക്ലീൻ ആകാനും ഫ്രഷ് ആകാനുമാണ് അല്ലേ? പക്ഷേ മുഖം കഴുകി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ മുഖം ഇതുപോലെ ഇങ്ങനെ വരണ്ടതായും ടയേർഡായും ചുളിവുകൾ നിറഞ്ഞതായും മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ഒരിക്കലുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ മുഖം കഴുകുന്ന രീതി വളരെ പ്രധാനമാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുഖത്ത് ചുളിവുകളും വരകളും വന്ന് പ്രായം പെട്ടെന്ന് പിടികൂടാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് 50കൾക്ക് ശേഷം നിങ്ങളുടെ മുഖം കഴുകുന്ന രീതി എങ്ങനെ നിങ്ങളെ വളരെ പെട്ടെന്ന് പ്രായമാക്കുന്നുവെന്നും അതുകൊണ്ട് അതൊഴിവാക്കി എങ്ങനെ ശരിയായ രീതിയിൽ മുഖം കഴുകാം എന്നതിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകരുത്, പ്രത്യേകിച്ച് 50 കഴിഞ്ഞ സ്ത്രീകൾ. കാരണം രാത്രി മുഴുവൻ നമ്മുടെ സ്കിൻ ഒരു റിപ്പയർ മോഡിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ സ്കിൻ നാച്ചുറൽ ഓയിൽസും മോയ്സ്ചർ ബാരിയറും ക്രിയേറ്റ് ചെയ്യും. ഇതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖത്തെ ആ ഡ്രൈനെസ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷേ രാവിലെ എഴുന്നേറ്റ ഉടൻ നമ്മൾ ഹാർഷായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുമ്പോൾ ആ പ്രൊട്ടക്റ്റീവ് ലെയർ നമ്മൾ അറിയാതെ റിമൂവ് ആയി പോകും. 50ന് ശേഷം ഓൾറെഡി സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കുറയും, കൊളാജിൻ കുറയും, സ്കിൻ തിന്നറാവും. അതുകൊണ്ട് യങ് ഏജിൽ സ്കിൻ സഹിച്ചിരുന്ന കാര്യങ്ങൾ മെച്യൂർ സ്കിന്നിന് സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ഫലമായി എന്താണ് സംഭവിക്കുക? മുഖം ടൈറ്റായിട്ട് ഫീൽ ചെയ്യും, ഡ്രൈനെസ് കൂടും, ഫൈൻ ലൈൻസ് കൂടുതൽ വിസിബിൾ ആകും, സ്കിൻ ഡള്ളായി തോന്നും. കാരണം 50 കഴിഞ്ഞ ശേഷം സ്കിന്നിന് കുറച്ച് നാച്ചുറൽ ഓയിൽസ് ആവശ്യമാണ്. അതാണ് സ്കിന്നിനെ ഡ്രൈനെസ്സിൽ നിന്നും ചുളിവുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. പിന്നീട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് വളരെ ജെന്റിലായ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഹോം മെയ്ഡ് ഫേസ് വാഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. രാവിലെ ഇത്തരത്തിലുള്ള ഹോം മെയ്ഡ് ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ മുഖം നല്ലതുപോലെ ക്ലീൻ ആക്കാമെന്ന് കരുതി ഫേസ് വാഷ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് ഒരു കാരണവശാലും മുഖം കഴുകാൻ പാടില്ല. കാരണം സാധാരണ ബോഡി സോപ്പ് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ശരീരത്തിലെ അഴുക്ക്, വിയർപ്പ്, ഓയിൽ എന്നിവ റിമൂവ് ചെയ്യാനാണ്. പക്ഷേ നമ്മുടെ മുഖത്തിലെ സ്കിൻ, പ്രത്യേകിച്ച് 50 കഴിഞ്ഞ സ്കിൻ ശരീരത്തിലെ സ്കിൻ പോലെ സ്ട്രോങ് അല്ല. 50ന് ശേഷം കൊളാജിൻ കുറയും, സ്കിൻ തിന്നറാവും, നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ കുറയും, മോയ്സ്ചർ വേഗം നഷ്ടപ്പെടും. അപ്പോൾ ഹാർഷായിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ച് മുഖം കഴുകുമ്പോൾ മുഖത്തിന് ആവശ്യമായ നാച്ചുറൽ ഓയിൽസ് പോലും റിമൂവ് ആയി പോകും. അപ്പോൾ എന്താണ് സംഭവിക്കുക? മുഖം വലിഞ്ഞതുപോലെ ഫീൽ ചെയ്യും, സ്കിൻ ഡ്രൈ ആയിട്ട് മാറും, ഫൈൻ ലൈൻസ് സഡൻലി വിസിബിൾ ആയി തോന്നും, ചിരിച്ചാൽ ചുളിവുകൾ വേഗത്തിൽ കാണാൻ സാധിക്കും. സോപ്പ് ഉപയോഗിച്ച ശേഷം മുഖം കഴുകുന്ന പല ആളുകൾക്കും സ്കിൻ വളരെ ടൈറ്റായി ഫീൽ ചെയ്യാറുണ്ട്. പലരും അതിനെ നന്നായി ക്ലീനായി എന്ന് കരുതും. പക്ഷേ ആ ടൈറ്റ്നസ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെട്ടതിൻ്റെ സൈനാണ്. 50 കഴിഞ്ഞ ശേഷം സ്കിന്നിനെ അധികം ഡ്രൈ ആക്കുന്ന ഓരോ കാര്യവും ചുളിവുകൾ വേഗത്തിൽ നോട്ടീസബിൾ ആക്കാം, അല്ലെങ്കിൽ പ്രായത്തെ പിടിച്ചു നിർത്താൻ പറ്റാതെയാകും. അപ്പോൾ നിങ്ങൾ നല്ലതെന്ന് കരുതി ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളുടെ മുഖത്തെ വളരെ വേഗം പ്രായമാക്കും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ജെന്റിലായിട്ടുള്ള ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കുക. ക്രീം ബേസ്ഡ് ക്ലെൻസർ, ലോ ഫോം ക്ലെൻസർ, ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസറുകളാണ് ഒരു മെച്യൂർ സ്കിൻ ഉപയോഗിക്കേണ്ടത്. അതൊരിക്കലും സോപ്പായിരിക്കരുത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, 50 കഴിഞ്ഞ ശേഷം ഒരു കാരണവശാലും അമിതമായിട്ട് ഫോമുള്ള പതയുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കരുത്. ഇത് പല സ്ത്രീകൾക്കും അറിയാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, നല്ല പതയുണ്ടെങ്കിൽ അത് നല്ല ഫേസ് വാഷ് ആണ് എന്നുള്ളതാണ്. നമ്മുടെ മുഖത്തെ നല്ലതുപോലെ അത് ക്ലീൻ ചെയ്യുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് പലരും ഫേസ് വാഷ് വാങ്ങുമ്പോൾ നല്ലപോലെ പതയുന്നത് നോക്കി തന്നെ വാങ്ങും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 50 വയസ്സിന് ശേഷം നിങ്ങൾ ഒരുപാട് പതയുള്ള ഫേസ് വാഷുകൾ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ എത്ര പതയുള്ള ഫേസ് വാഷുകൾ ഉപയോഗിച്ചാലും, ഈവൻ ഒരു സോപ്പ് ഉപയോഗിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. കാരണം അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ആ സമയത്ത് നിങ്ങളുടെ സ്കിന്നിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. സ്കിൻ വളരെ ഡെലിക്കേറ്റ് ആണ്. അതുകൊണ്ട് വളരെ വേഗം ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ഫോം ഉണ്ടാക്കാൻ വേണ്ടി പല ക്ലെൻസേഴ്സും സ്ട്രോങ് ക്ലെൻസിങ് ഏജൻസ് ഉപയോഗിക്കാറുണ്ട്. ഇവ മുഖത്തെ ഡേർട്ട് മാത്രമല്ല റിമൂവ് ചെയ്യുന്നത്, സ്കിന്നിന് ആവശ്യമായ നാച്ചുറൽ മോയ്സ്ചറും നാച്ചുറൽ ഓയിൽസും റിമൂവ് ചെയ്ത് കളയും.
50 ശേഷം സ്കിൻ ഓൾറെഡി ഡ്രൈ ആകുന്ന സമയമാണ്, കൊളാജിൻ കുറയുന്ന സമയമാണ്, ഇലാസ്റ്റിസിറ്റി കുറയുന്ന സമയമാണ്. അപ്പോൾ സ്ട്രോങ് ഫോമിംഗ് ക്ലെൻസേഴ്സ് ഉപയോഗിക്കുമ്പോൾ സ്കിൻ കൂടുതൽ വരണ്ടതായി തോന്നും, ഫൈൻ ലൈൻസ് കൂടുതൽ വിസിബിൾ ആകും, മുഖം റഫായി തോന്നാം, ചിരിച്ചാൽ ചുളിവുകൾ കൂടുതൽ നോട്ടീസബിൾ ആകാം, ചിലർക്ക് റെഡ്നെസ്സും ഇറിറ്റേഷൻസും വരാം. അതുകൊണ്ട് 50 കഴിഞ്ഞ സ്കിന്നിന് വേണ്ടത് അഗ്രസീവ് ക്ലെൻസിങ് അല്ല, ബാരിയർ പ്രൊട്ടക്ഷൻ ആണ്. അതുകൊണ്ട് സോഫ്റ്റ് കെയർ നൽകുന്ന അധികമില്ലാത്ത തരത്തിലുള്ള ഫേസ് വാഷുകൾ അല്ലെങ്കിൽ ക്ലെൻസറുകൾ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് മുഖം അതിശക്തമായിട്ട് തിരുമ്മി കഴുകരുത്. പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്, കൂടുതൽ അമർത്തി കഴുകിയാൽ മുഖം കൂടുതൽ ക്ലീൻ ആവുമെന്ന്. അതുകൊണ്ടാണ് ചിലർ ഫേസ് വാഷ് ഇട്ട ശേഷം അതിശക്തമായിട്ട് മസാജ് ചെയ്യുന്നത്, നെയിൽസ് കൊണ്ട് സ്ക്രബ് ചെയ്യുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് റബ്ബ് ചെയ്യുന്നത്. പക്ഷേ മെച്യൂർ സ്കിന്നിന് ഇതൊരിക്കലും നല്ലതല്ല. 50 ശേഷം സ്കിൻ വളരെ ഡെലിക്കേറ്റ് ആവുന്ന സമയമാണ്, കൊളാജിനും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ ഓൾറെഡി കുറയുന്ന സമയമാണ്. അപ്പോൾ മുഖം ശക്തമായിട്ട് തിരുമുമ്പോൾ സ്കിന്നിന് അൺനെസസറി സ്ട്രെസ് ഉണ്ടാകും. അത് ചുളിവുകളും ഫൈൻ ലൈൻസും മുഖത്ത് രൂപപ്പെടാൻ കാരണമാകും. എസ്പെഷ്യലി കണ്ണിന് ചുറ്റുമുള്ള ഭാഗം വളരെ സോഫ്റ്റാണ്. അവിടെ ഹാർഷായിട്ട് നിങ്ങൾ റബ്ബ് ചെയ്യുമ്പോൾ റിങ്കിൾസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് ഒരു ഡ്രസ്സല്ല, ശക്തമായിട്ട് ഉരച്ചാൽ ക്ലീൻ ആകാനായിട്ട്. പ്രത്യേകിച്ച് 50 കഴിഞ്ഞ സ്കിന്ന് ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഫേസ് വാഷ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിംഗർ ടിപ്സ് മാത്രം യൂസ് ചെയ്യുക. ഇങ്ങനെ ഫേസ് വാഷ് എടുത്തിട്ട് ഇവിടം കൊണ്ട് മാത്രം വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. സർക്കുലർ മോഷനിൽ ജെന്റിലി ക്ലീൻ ചെയ്യുക. ഒരു 30-40 സെക്കൻഡ് മതി. അഗ്രസീവ് റബ്ബിംഗ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. നമ്മൾ ദിവസവും സ്കിന്നിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതാണ് പിന്നീട് മുഖത്ത് ഒരു യൂത്ത്ഫുൾനെസ് ആയിട്ട് കാണുന്നത്. ഇനി അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ദിവസത്തിൽ ഒരുപാട് തവണ മുഖം കഴുകരുത്. പല സ്ത്രീകൾക്കും ഒരു ധാരണയുണ്ട്, മുഖം കൂടുതൽ തവണ കഴുകിയാൽ സ്കിൻ കൂടുതൽ ഫ്രഷ് ആവുമെന്ന്. അതുകൊണ്ടാണ് ചിലർ ഇടയ്ക്കിടയ്ക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്, ചെറിയ ഓയിൽ വന്നാലും വാഷ് ചെയ്യുന്നത്. പക്ഷേ 50 കഴിഞ്ഞ സ്കിന്നിന് ഇതൊരിക്കലും നല്ലതല്ല. കാരണം ഓരോ തവണയും മുഖം കഴുകുമ്പോൾ സ്കിന്നിലുള്ള നാച്ചുറൽ മോയ്സ്ചർ അല്പാൽപമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. 50 ശേഷം സ്കിൻ ഓൾറെഡി ഡ്രൈ ആകാൻ ടെൻഡൻസി ഉള്ളതാണ്, മോയ്സ്ചർ കുറയുന്ന ഒരു സമയമാണ്, സെൻസിറ്റീവ് ആകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓവറായിട്ട് ക്ലെൻസ് ചെയ്യുമ്പോൾ മുഖം ഡള്ളായി തോന്നാം, ടൈറ്റ്നസ് വരാം, ഇറിറ്റേഷൻസ് കൂടാം, ഫൈൻ ലൈൻസ് കൂടുതൽ നോട്ടീസബിൾ ആകാം. 50 കഴിഞ്ഞ സ്കിന്നിന് കൂടുതൽ വാഷിംഗ് ഒരിക്കലും ആവശ്യമില്ല. ബാലൻസ്ഡ് കെയർ ആണ് വേണ്ടത്. അതുകൊണ്ട് ക്ലെൻസിങ് രാവിലെയും രാത്രിയും 2 തവണ മാത്രം മതിയാകും. എസ്പെഷ്യലി രാത്രി ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദിവസം മുഴുവൻ നമ്മുടെ മുഖത്തുള്ള ഡസ്റ്റ്, സ്വെറ്റ്, സൺസ്ക്രീൻ, പൊല്യൂഷൻ ഇതെല്ലാം റിമൂവ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു ദിവസം ഒരുപാട് തവണ മുഖം വൃത്തിയാകട്ടെ എന്ന് കരുതി നിങ്ങൾ മുഖം കഴുകരുത്. 2 തവണ മാത്രം അത് ചെയ്താൽ മതിയാകും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുഖം കഴുകിയ ശേഷം റഫ് ടവൽ കൊണ്ട് ശക്തമായിട്ട് മുഖം തുടയ്ക്കരുത്. ഇതൊരു ചെറിയ കാര്യമാണെന്ന് പലരും കരുതും. പക്ഷേ 50 കഴിഞ്ഞ സ്കിന്നിന് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ആൻറ്റി ഏജിങ് മിസ്റ്റേക്കാണ്. പല സ്ത്രീകൾക്കും ഒരു ഹാബിറ്റ് ഉണ്ട്, മുഖം കഴുകിക്കഴിഞ്ഞാൽ ഡ്രൈ ടവൽ കൊണ്ട് ശക്തമായിട്ട് റബ്ബ് ചെയ്ത് മുഖം തുടയ്ക്കും. അവർ കരുതുന്നത് ഇങ്ങനെ നന്നായി തുടച്ചാൽ മുഖം ക്ലീൻ ആവുമെന്നാണ്. പക്ഷേ മെച്യൂർ സ്കിൻ ഈ റബ്ബിംഗ് വളരെ ഹാർംഫുള്ളാണ്. കാരണം 50 ശേഷം സ്കിൻ തിന്നറാകും, കൊളാജിൻ കുറയും, ഇലാസ്റ്റിസിറ്റി കുറയും, സ്കിൻ ലൂസ് ആകാൻ തുടങ്ങും. അപ്പോൾ ടവൽ കൊണ്ട് റിപ്പീറ്റായിട്ട് ഫ്രിക്ഷൻ കൊടുക്കുമ്പോൾ സ്കിന്നിൻ്റെ ഡെലിക്കേറ്റ് ഫൈബേഴ്സിന് സ്ട്രെസ് ഉണ്ടാകും. അത് സ്ലോലി ഫൈൻ ലൈൻസ് കൂടുതൽ വിസിബിൾ ആക്കാം, സ്കിൻ ലൂസായി തോന്നാം, കണ്ണുകൾക്കൊക്കെ അടിയിലുള്ള ചുളിവുകൾ വളരെ നോട്ടീസബിൾ ആകാം, സാഗിങ് ഇൻക്രീസ് ചെയ്യാം. എസ്പെഷ്യലി കണ്ണിനോട് ചുറ്റുമുള്ള സ്കിൻ വളരെ തിന്നാണ്. അവിടെ ഹാർഷായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ റിങ്കിൾസ് വേഗം കാണാനുള്ള സാധ്യത കൂടുതലാണ്. 50 കഴിഞ്ഞ ശേഷം സ്കിന്നിനെ ശക്തിയായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ സ്കിൻ അതിൻ്റെ യൂത്ത്ഫുൾനെസ് സ്ലോലി കുറയ്ക്കാൻ തുടങ്ങും. ചുളിവുകൾ വരാൻ കാരണം ഏജ് മാത്രമല്ല, നമ്മൾ ദിവസവും സ്കിന്നിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതും പ്രധാനമാണ്. അതുകൊണ്ട് മുഖം കഴുകിയാൽ ഏറ്റവും നല്ലത് നാച്ചുറൽ എയർ ഡ്രൈ ചെയ്യുന്നതാണ്. മുഖം കഴുകി കഴിഞ്ഞാൽ അതിനെ അങ്ങനെ അങ്ങ് വിട്ടേക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് നാച്ചുറലായിട്ട് ഡ്രൈ ആയിക്കോളും. ഇനി അതല്ല, നിങ്ങൾക്ക് തുടച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ടവൽ ഉപയോഗിക്കുക. റബ്ബിംഗ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജെന്റിലായിട്ട് പാറ്റ് ചെയ്യുക, ഒപ്പിയെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട സ്കിന്നാണത്. ഇനി അതിനെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ ഏജിങ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ നമ്മൾ ദിവസവും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ ആ ഏജിങ്ങിനെ വേഗത്തിലാക്കാൻ കാരണമാകും.
സ്ട്രോങ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്, മുഖം ശക്തിയായിട്ട് തിരുമുന്നത്, ഓവർ ക്ലെൻസിങ് ചെയ്യുന്നത്, ഇതൊക്കെ സ്ലോലി സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ്സും ആ ഒരു ഗ്ലോയും നഷ്ടപ്പെടുത്താം. പക്ഷേ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇന്ന് മുതൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ പോലും നിങ്ങളുടെ സ്കിന്നിനെ കൂടുതൽ ഹെൽത്തിയായും ബ്യൂട്ടിഫുള്ളായും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞിനെ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ പരിപാലിക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.